ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം ഫുള്ള് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? വേറൊന്നുമല്ല, നമ്മളെ പൈനാപ്പിൾ ഫ്രൈ ആണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം സൈസുള്ള ഒരു പൈനാപ്പിളാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കണില്ല, ഇതിൻ്റെ ഹാഫൊക്കെ ഉള്ള എന്തായാലും ഞാൻ എടുക്കുന്നുണ്ടാവുക. ഇതിൻ്റെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കലാണ് കേട്ടോ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ റിസ്ക്കുള്ള പരിപാടി. ബട്ട് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തേക്ക് കിട്ടാം. ഇത് കയ്യുമ്മ കുത്തലും അത് കളയലൊക്കെ ഭയങ്കര സീനുള്ള പരിപാടിയാണ്. തൊലി ഫുള്ള് കളഞ്ഞെടുത്തതിന് ശേഷം ഇത് നടുക്ക് ഇതുപോലെ കട്ട് ചെയ്യട്ടോ. എന്നിട്ട് പിന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അതായത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ആക്കിയിട്ടും കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ചെറിയൊരു പീസ് കിട്ടിയപ്പോൾ ഞാനെടുത്ത് കഴിച്ചിട്ടാ. ഞാനിങ്ങനെ നീളക്കനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കട്ടോ. നമ്മളെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് ഞാൻ അതിൻ്റെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് നേരെ പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇത് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് എല്ലാതുമൊക്കെ ആവണ പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കണം എന്ന് തോന്നും. പക്ഷെ നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കഴിക്കരുത്. ഇതിങ്ങനെ കഴിക്കാനുള്ളതല്ല, നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ളതാന്നുള്ളൊരു ബോധം മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിച്ച് പോകും. എന്നിട്ട് നേരെ പാന് ചൂടാക്കുക, കുറച്ച് ഓയിലാക്കുക. എന്നിട്ട് നമ്മൾ ഈ മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുള്ള ആ മുതലുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. വേറെ ഒരിക്കലും വേറെ പണി നോക്കി പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ അടുത്ത് നിന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് 2 ഭാഗം ഫ്രൈ ആകണ വരെ വെയിറ്റ് ആക്കുക. ഫ്രൈ ആയതിന് ശേഷം അതായി ആ പാനിൽ നിന്ന് മാറ്റാം. എനിക്ക് ഒരു ട്രിപ്പും കൂടെ ചെയ്യാനുള്ള മുതലുണ്ടായിനി, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തതും ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അതും ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒരിക്കലും നല്ല ചൂടോടുക്കനെ പോയിട്ട് ആർത്തി മൂത്ത് കഴിക്കാൻ നിൽക്കരുത്. കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ട പൊള്ളും, നാവ് പൊള്ളും. സോ ഒരു മീഡിയം ചൂടാവുന്ന ടൈമിൽ നമ്മളിത് കഴിക്കുക. പിന്നെ കഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് പഞ്ചസാര അതിൻ്റെ മേലെ തൂവി കൊടുക്കട്ടോ. ആ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. എനിക്ക് തോന്നുന്ന പഞ്ചസാരൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ കൂടുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സോ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ചൂടൊന്ന് പോണ വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം ഗായ്സ്, നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ടെസ്റ്റർ ഇത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്താണ് ഇതിൻ്റെ പേര്? പൈനാപ്പിൾ ഫ്രൈ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. ആയിട്ട് എടുക്കണേ. ഞാൻ ഉണ്ടാക്കിയ സാധനം ഫസ്റ്റ് ഞാൻ തിന്നലില്ല. ഫസ്റ്റ് നിഷ്മയാണ് തിന്നുക. ഓക്കെ, ഫസ്റ്റ് നിഷ്മക്ക് കൊടുക്കുക. ചെറിയൊരു ചൂട് കൊടുക്കാൻ തിന്നണം, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് കൊതിപ്പിച്ചിട്ട് പറഞ്ഞ കേട്ടാ. സോ നമ്മൾ ചെറിയ ചൂട് കൊടുക്കാൻ നിഷ്മക്ക് കൊടുക്കുകയാണ്. തിന്നാക്കാൻ നിഷ്മ അറിയണ രസം. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ?
നല്ല രസമുണ്ട്. ഇരുന്നോ ഗൈസ്. പൈനാപ്പിള് ഉപ്പിലിട്ട് തിന്നിക്കണ്, അതിന്റെ പച്ചക്ക് തിന്നിക്കണ്, പച്ചക്ക് ഉപ്പും മുളക് ഇട്ട് തിന്നിക്കണ്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് വേറെ കേട്ടോ. ശരിക്കും ഇതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ സാധനം അടിപൊളിയേനി. ഓക്ക് തരിപ്പ് പോയി ഗൈസ്. നല്ല രസമുണ്ട്. അടിപൊളിയല്ലേ. അപ്പൊ ഗൈസ് സാധനം മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ് ഗൈസ്. അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.